അത് ഈ സമരക്കാരെ പ്രകോപനം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊന്നും കിടക്കാം. മാധ്യമ സുഹൃത്തുക്കൾ എല്ലാവരും വളരെ വേണ്ടപ്പെട്ടവരാണ്. എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, നമുക്ക് ജനങ്ങൾക്ക് പ്രയാസമുണ്ടാകുന്ന ഒരു സമരത്തിലേക്ക് പോകരുത് എന്നതാണ് ഗവൺമെൻറ് കാണുന്ന പ്രധാനപ്പെട്ട കാര്യം. അത് മാധ്യമങ്ങളും ആ നിലയിലേക്ക് ആ വിഷയത്തെ കൊണ്ടുവരണം. സമരക്കാർ ഒരുമിച്ച് നിൽക്കുന്ന സമരത്തെ ഭിന്നിപ്പിക്കാനോ സമരത്തെ പരാജയപ്പെടുത്തുക എന്നതല്ല ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം. ഗവൺമെൻറ് കാണുന്നത് ഈ സമരത്തിന് എത്രത്തോളം ആ സമരക്കാർക്ക് പരിഹാരം കാണാൻ കഴിയുമോ അതെല്ലാം പരിഹരിക്കുക എന്നതാണ് ഗവൺമെൻറ് കാണുന്നത്. ആ പാതയാണ് ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞാനിപ്പോഴും പ്രതീക്ഷിക്കുന്നു, ജനങ്ങൾക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാകുന്ന, ഇപ്പം ഒരു ബസ്സിൻ്റെയോ മറ്റ് സമരങ്ങളോ പോലെ അല്ലല്ലോ, ഭക്ഷണം നിഷേധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കേരളം എത്താൻ പാടില്ല. കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ കാഴ്ചപ്പാടെന്താ? വിശപ്പ് രഹിത കേരളമെന്നാണ്, പട്ടിണിയില്ലാത്ത കേരളമെന്നതാണ്. അപ്പോൾ അതിനനുസൃതമായിട്ടാണ് നമ്മൾ പൊതുവിതരണ സംവിധാനത്തെ ശക്തിപ്പെടുത്താൻ ഈ കഴിഞ്ഞ 9 വർഷത്തെ ഗവൺമെൻറ് ഇടപെടലുകൾ, ആ ഇടപെടലുകളിൽ റേഷൻ വ്യാപാരികളും അതിന് സഹകരിച്ചിട്ടുണ്ട്, പങ്കുവഹിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ജനങ്ങൾക്ക് ഈ സമരത്തിനിടയിൽ, ലോറി കോൺട്രാക്ടർമാരുടെ സമരം കഴിഞ്ഞ 24 ദിവസമായി നടക്കുകയാണ്. ആ സമരത്തിനിടയിലും കേരളത്തിലെ 137 ഊരുകളിൽ കൃത്യമായി റിവ്യൂ നടത്തി സഞ്ചരിക്കുന്ന റേഷൻ കട അവിടെ എത്തി ഭക്ഷ്യധാന്യ വിതരണം നടത്തിയിട്ടുണ്ട്. സാമൂഹ്യക്ഷേമ സ്ഥാപനങ്ങൾ നടത്തുന്ന അനാഥാലയങ്ങളിൽ, അഗതി മന്ദിരങ്ങളിൽ, നമ്മുടെ പല ഭാഗങ്ങളിലെയും കോളനികളെന്ന് വാക്ക് പറയുന്നില്ല, എന്നാൽ അത്തരത്തിലുള്ള ദുർബല ജനവിഭാഗങ്ങൾ താമസിക്കുന്ന കേന്ദ്രങ്ങളിൽ അവർക്കെല്ലാം ഭക്ഷ്യധാന്യം എത്തിക്കാൻ ഒന്നിലധികം തവണ അതിൻ്റെ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തി കൃത്യമായി എത്തിക്കാൻ ഈ ഗവൺമെൻറ് പരിശ്രമിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം മാധ്യമങ്ങളിലൂടെ ഞാൻ അറിയിക്കുകയാണ്. 60% കുടുംബങ്ങൾ ഈ സമരത്തിനിടയിലും 60% കുടുംബങ്ങൾ ഇന്നലെ രാത്രി വരെ ഭക്ഷ്യധാന്യം റേഷൻ കടകളിലൂടെ വാങ്ങാൻ കഴിഞ്ഞു. അത് കാണിക്കുന്നത് എന്താ? റേഷൻ കടയിൽ ഒരു മാസത്തോളം എന്ന് പറഞ്ഞാൽ എല്ലാ 14,000 കടകളിലും അത് 100%, അങ്ങനെ ഞാൻ അവകാശപ്പെടുന്നില്ല. സാധ്യമായ സാധനങ്ങൾ വയ്ക്കാൻ സൗകര്യമുള്ള സ്ഥലങ്ങളിലെല്ലാം അതിനനുസരിച്ചുള്ള സംവിധാനങ്ങൾ ഒരുക്കിയത് കൊണ്ടാണ് 24-ാം തീയതി വരെ മുടങ്ങാതെ ഏകദേശം 60% ഭക്ഷ്യധാന്യം നമുക്ക് വിതരണം ചെയ്യാൻ കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഈ സമരത്തിൽ ഉറച്ചു നിൽക്കുന്ന സുഹൃത്തുക്കൾ അതിൽ നിന്ന് പിന്മാറി ജനങ്ങളെ ഭക്ഷ്യധാന്യം നിഷേധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്താൻ പാടില്ല എന്നതാണ് ഗവൺമെൻറ് നിലപാട്. നിങ്ങൾ അറിയേണ്ടുന്നത്, മാധ്യമങ്ങൾ അറിയേണ്ടുന്നത്, ഞാൻ നിങ്ങൾക്കെല്ലാം ഈ ഭക്ഷ്യ പൊതുവിതരണ മേഖലയുടെ ഓരോ ചലനങ്ങളും നിങ്ങൾക്ക് കൈവിരൽ തുമ്പിൽ കിട്ടുന്നതാണ്. കണക്കുകൾ നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. നമ്മൾ കാണേണ്ടുന്നത് 14,000 കടകളും ഒരേ സാഹചര്യമല്ല. 14,000 കടകളിലെയും ലൈസൻസുകൾ അനുഭവിക്കുന്ന പ്രയാസം ഒരുപോലെയാണ് എന്ന് നമ്മൾ കണ്ടുകളയുന്നു. കുറച്ച് കടകൾ, ഞാനത് പറഞ്ഞല്ലോ, 1200ഓളം, ഞാൻ കൃത്യ കണക്ക് കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ പറഞ്ഞതാണ്, 1125 കടകൾക്ക് പ്രതിമാസം 15,000 രൂപയ്ക്ക് താഴെയാണ് വരുമാനം. അത് ഞങ്ങളാരും നിഷേധിക്കില്ല, കൃത്യ കണക്കാണ്. ഓരോ മാസത്തെ ഞങ്ങൾ വിളിച്ചത്, അപ്പോൾ 1-2 വ്യത്യാസം കണ്ടേക്കാം. അവർ പറയുന്ന ഒരു വിഷയം വളരെ ന്യായം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെയും പ്രശ്നങ്ങൾ ഒരേ രീതിയാണ് എന്ന് കണ്ടുകളയാം. എന്നാൽ ഗവൺമെൻറ് എടുത്ത നിലപാടെന്താ? ഗവൺമെൻറ് എടുത്ത നിലപാട് കഴിഞ്ഞ 1998 ക്ഷേമ പദ്ധതി അതിൻ്റെ നിലവിൽ വരുന്ന നടപടിയിലേക്ക് പോയത്. റേഷൻ വ്യാപാരികളുടെ ക്ഷേമനിധി നിലവിൽ വന്ന 2000-ലാണ്. 24 വർഷത്തിനുള്ളിൽ അതിലൊരു അക്ഷരം പോലും ഭേദഗതി ചെയ്തിട്ടില്ല. വിവിധ ഗവൺമെൻറ്റുകൾ ഭേദഗതി ചെയ്യാതെ മാറ്റിവെച്ച വിഷയമായി. എന്നാൽ ഇത്തവണ തുടർച്ചയായി ഓണത്തിന് മുമ്പ് അവരുടെ സമരം വന്നപ്പോൾ പറഞ്ഞതാണ്, അവരുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് പഠിക്കാൻ ഒരു കമ്മിറ്റി, 3-അംഗ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് അന്തിമഘട്ടത്തിലാണ്.
ആ റിപ്പോർട്ട് വന്നാൽ അവരുമായി ചർച്ചയ്ക്ക് തയ്യാറാകും. ഓണം കഴിഞ്ഞ് ചർച്ചയ്ക്ക് തയ്യാറാകുമെന്ന്. ഓണം കഴിഞ്ഞ് ഈ ഗവൺമെൻറ് ആ വാക്ക് പാലിച്ചിട്ടുണ്ട്. ഓണം കഴിഞ്ഞ് കൃത്യമായി തുടർച്ചയായി ചർച്ച നടത്തി ആ ചർച്ചകളിലൂടെ അവരുടെ ക്ഷേമനിധിയിലെ പ്രയാസങ്ങൾ ഒന്നൊന്നായി മാറ്റാൻ ഒരു ആനുകൂല്യവും പുതുതായി അവർക്ക് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലായിരുന്നു. അവർക്ക് ആനുകൂല്യങ്ങളെന്ന് പറയാൻ മറ്റ് ക്ഷേമനിധിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒന്നുമേ ഇല്ലെന്ന് വേണം പറയാൻ. എന്നാൽ ഈ ഗവൺമെൻറ് ആ ക്ഷേമനിധിയിലേക്കുള്ള വരുമാനം വർദ്ധിപ്പിക്കാനുള്ള മാർഗം, വരുമാനം ഉണ്ടായാലേ ക്ഷേമനിധിയുടെ ആനുകൂല്യം കൊടുക്കാൻ പറ്റൂ. അത് 14,000 റേഷൻ ഷോപ്പിൻ്റെ ലൈസൻസുകൾക്കും ഗുണകരമാകുന്ന നടപടികൾക്ക് വേണ്ടിയാണ്. അതിനുവേണ്ടി 4,15 കോടി രൂപ ഒരു വർഷം വരുമാന മാർഗമായി അവരിലേക്ക് എത്താൻ കഴിയുന്ന നടപടികൾ അതിന് ആവശ്യമായിട്ടുള്ള അന്തിമ ഘട്ടത്തിലാണെന്നുള്ള കാര്യം അവരെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ അവരുടെ ഒരു ഭാഷ്യമാണ്. ഞാൻ അതുകൊണ്ടാണ് പ്രകോപനം ഉണ്ടാകുന്ന വാക്കുകൾ ഞാനായി പറഞ്ഞൊരു സമരത്തെ വേറെ രീതിയിൽ ചിത്രീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ധനമന്ത്രി ആ യോഗത്തിൽ പങ്കെടുത്തു. ധനവകുപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ മാറ്റിവെച്ച വിഷയത്തെ സംബന്ധിച്ച് വ്യക്തമായി പറഞ്ഞു. ബഡ്ജറ്റിൻ്റെ തിരക്കുള്ളത് കൊണ്ട് പറഞ്ഞിട്ടാണ് ധനമന്ത്രി അടുത്ത യോഗത്തിലേക്ക് പോയത്. ഞാനത് കഴിഞ്ഞിട്ട് ഓരോന്നോരോന്നായി അവരോട് വിശദീകരിച്ചല്ലോ. അതിനപ്പുറത്ത് എങ്ങനെ ഒരു ഗവൺമെൻറ് ആ ക്ഷേമ പദ്ധതിക്ക് 4,15 കോടി രൂപയുടെ പുതിയ വരുമാനം ഉണ്ടാക്കി ആ ക്ഷേമനിധിയിൽ ഇന്ന് വരെ കൊടുത്തിരിക്കുന്ന ആനുകൂല്യങ്ങളിലെല്ലാം വർധന ഉണ്ടാകുന്ന തരത്തിൽ പുതിയ പദ്ധതികൾക്ക് രൂപം കൊടുക്കാൻ കഴിയുന്ന തരത്തിൽ അത് ശക്തിപ്പെടുത്താൻ ഗവൺമെൻറ് എടുത്ത താല്പര്യം ചെറുതാണോ? ചെറുതായിട്ട് ഞാൻ കാണുന്നില്ല. ഇന്നലെ അത് ഞാൻ വ്യക്തമായി പറഞ്ഞതാണ്. KTPDS ആക്ട് ഇന്ത്യ ഗവൺമെൻറ് കൊണ്ടുവന്ന ആ നിയമം, ഭക്ഷ്യസുരക്ഷാ നിയമം, ആ നിയമം നിലവിൽ വന്നിട്ട് 2013 വന്നതാണ്. അതിലാവശ്യമായ മാറ്റം വരുത്തണമെന്നുള്ള നിരന്തര ആവശ്യമാണ്. ആ KTPDS ആക്ടിലെ ഭേദഗതികളായിട്ടുള്ള വിഷയങ്ങൾ, ഭേദഗതികൾ അവരുമായി എത്ര മണിക്കൂർ എടുത്താ ചർച്ച നടത്തിയത്? ആ ചർച്ച പൂർണ്ണമായും പങ്കെടുത്ത ആളല്ലേ ഭക്ഷ്യമന്ത്രിയായ ഞാൻ. ആ ചർച്ചയിലൂടെ വന്ന നിർദ്ദേശങ്ങളെല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ട്. അവർക്ക് പ്രയാസകരമാകുന്ന എല്ലാ വിഷയങ്ങൾക്കും പരിഹാരം കാണാൻ ആവശ്യമായിട്ടുള്ള ഭേദഗതി അംഗീകരിച്ച് അതിന് നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കമ്മീഷൻ തയ്യാറാക്കി വെച്ച 20 നിർദ്ദേശങ്ങളിൽ 18 നിർദ്ദേശങ്ങളും അവർക്ക് അനുകൂലമായി തീരുമാനങ്ങൾ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 2 കാര്യങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ സാമ്പത്തിക വിഷയമാണ്. അത് ഈദുമായി ബന്ധപ്പെട്ട വേതന വർധവിൻ്റെ കാര്യമാണ്. നിങ്ങൾ മാധ്യമങ്ങളിലൂടെ ജനങ്ങളും അറിയേണ്ടുന്ന ഒരു വിഷയം. ഇന്നലെ ഞാൻ അവർക്ക് ഉറപ്പ് കൊടുത്തു. ആ വിഷയത്തിൽ കമ്മീഷൻ വെച്ച ആ റിപ്പോർട്ട് ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുണ്ട്. വിവരാവകാശം വഴി ആർക്ക് വേണമെങ്കിലും അത് എടുക്കാവുന്ന കാര്യമാണ്. അതിൽ പറയുന്ന കമ്മീഷൻ്റെ വർധനവിൻ്റെ കാര്യം അത് ചർച്ചയാകാം. ആ വേതനത്തിൻ്റെ വർധനവിൻ്റെ ചർച്ച കഴിഞ്ഞിട്ടല്ലേ ചർച്ചയിൽ വരുന്ന തീരുമാനങ്ങൾക്കനുസരിച്ച് എത്ര തുകയാണ് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യം വരുമ്പോൾ നമുക്ക് അതിനെ സംബന്ധിച്ച് അന്തിമമായ തീരുമാനത്തിലെത്താം. അത് പറഞ്ഞല്ലോ, ഇത് കഴിഞ്ഞ ഉടൻ ചർച്ചയാകാന്ന് പറഞ്ഞാൽ സമയപരിധി വെച്ചാണ് ചർച്ച ചെയ്യണത്. ചർച്ച അതായത് 6 വർഷം 24 വർഷത്തെ പെൻഡിങ്ങുള്ള വിഷയം കഴിഞ്ഞ 3 മാസമായി ചർച്ച ചെയ്ത് പരിഹരിച്ചില്ലേ? 8-9 വർഷക്കാലത്തെ പെൻഡിങ് ഉണ്ടായിരുന്ന വിഷയം ചർച്ച ചെയ്ത് പരിഹരിച്ചില്ലേ? അപ്പോൾ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ജനങ്ങളെയും ഗവൺമെൻറ്റിനെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഈ സമരത്തിൽ നിന്ന് പിന്തിരിയണമെന്ന് അവരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അത് പിന്തിരിയുമെന്ന് തന്നെയാണ് എനിക്കുള്ള പൂർണ്ണമായ വിശ്വാസം. ഇതിലപ്പുറത്തേക്ക് ഒരു പരിഹാരം കാണാൻ കഴിയുമെന്ന് അവർ ധരിക്കുന്നുണ്ടോ എന്ന് ഞാൻ ഇന്നലെ അവരോട് ചോദിച്ചു. അവരുടെ മഹാഭൂരിപക്ഷം ആളുകൾക്കും അത് ബോധ്യപ്പെട്ടു എന്നാണ് ഞാൻ കാണുന്നത്. മറ്റന്നാളത്തെ സമരവുമായി മുന്നോട്ട് പോകാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ കാണുന്നത്. മിനിസ്റ്റർ 6 വർഷം മുമ്പ് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിരുന്നു, ഇത് 6 മാസം കൊണ്ട് നടപ്പാക്കും. ഇതെല്ലാം അവർ പറയുന്നതല്ലേ? അങ്ങനെ ഒരു ഉറപ്പില്ല. എനിക്ക് ഞാനന്ന് മന്ത്രിയല്ലല്ലോ. മുഖ്യമന്ത്രി കൊടുത്ത ഉറപ്പ് ഏതാ പാലിക്കാത്തത്? അപ്പോൾ ഞാനതാ പറഞ്ഞത്. അവരുമായി ഒരു പ്രകോപന തർക്കത്തിൻ്റെ കാര്യത്തിലേക്കൊന്നും അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ ഇന്നത്തെ അവസ്ഥ അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതിലവർ കണ്ടുകൊണ്ട് ബാക്കി എല്ലാ വിഷയങ്ങളും അവർ പറഞ്ഞ ഒരു പുതിയ നിർദ്ദേശമുണ്ട്. ആ നിർദ്ദേശം അംഗീകരിക്കണമെന്നാണോ മാധ്യമങ്ങൾ പറയുന്നത്? റേഷൻ കടയിൽ നിന്ന് അരി വാങ്ങുന്ന ആളുകൾക്ക് അരിയുടെ വില 3 രൂപ 4 രൂപ വർദ്ധിപ്പിച്ച് ആ പണം എടുത്തവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കണമെന്നാണോ? ഞാൻ അംഗീകരിക്കില്ല എന്ന് തീർത്തവരോട് പറഞ്ഞിട്ടുണ്ട്. ഗവൺമെൻറ് ജനങ്ങളുടെ തലയിൽ ഭാരം അടിച്ചേൽപ്പിക്കാനല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ആവശ്യമായിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അതിന് അനുസൃതമായിട്ടുള്ളൊരു സമീപനം സ്വീകരിക്കുമെന്ന് തന്നെയാണ് അവരോട് പറഞ്ഞത്. ഒരു തരത്തിലും ഒരു ചില വാക്കുകളും അക്ഷരങ്ങളും എടുത്ത് അതിൻ്റെ പേരിൽ തർക്കിച്ച് ആ തർക്കത്തിൻ്റെ പേരിൽ അതിന് അനുസൃതമായി ഒരു സമരത്തെ കൊണ്ടെത്തിക്കാൻ
ക്ഷമിച്ചു എന്ന് വരുത്താനുള്ള ശ്രമമാണ് ചിലർ നടത്തുന്നത്. ഞാൻ അതിന് നിന്നു കൊടുക്കാൻ തയ്യാറല്ല, ഒരു തർക്കത്തിനും തയ്യാറല്ല. ജനങ്ങൾക്ക് അന്നം മുടക്കുന്ന, അന്നം മുട്ടിക്കുന്ന ഒരു നിലപാടിൽ നിന്ന് അവർ പിന്തിരിയണമെന്നാണ് എനിക്ക് പറയാം. ഒറ്റ കാര്യം കൂടി ചോദിച്ചോട്ടെ, ഇത് മുഖ്യമന്ത്രി അടക്കം ഉള്ള സംവിധാനങ്ങൾ നമുക്കുണ്ട്. ധനമന്ത്രിയുടെ കാര്യത്തിൽ ധനമന്ത്രി ഒരു നിഷേധാത്മകമായ നിലപാട് ഭക്ഷ്യവകുപ്പിന്റെ കാര്യത്തിൽ എടുക്കുന്നുണ്ടോ? ഒരു കാര്യത്തിലും എടുക്കുന്നില്ല. ഭക്ഷ്യവകുപ്പിന്റെ കാര്യത്തിൽ മാത്രമല്ല, കേരളത്തിലെ നിങ്ങൾ കാണുന്നില്ലേ, ഞാൻ മാധ്യമങ്ങൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന വാക്കല്ലെങ്കിൽ നിങ്ങൾ സൂചിപ്പിക്കേണ്ടത്, ഓരോ മേഖലയിലും പണം വരുന്ന മുറയ്ക്ക് ഊറി വരും നമ്മൾ പറയില്ലേ നാട്ടുമ്പുറത്ത്. ആ വരുന്ന മുറയ്ക്ക് ഓരോ മേഖലയ്ക്കുമുള്ള കുടിശ്ശിക കൊടുക്കാനല്ലേ ധനവകുപ്പ് ശ്രമിക്കുന്നത്. അത് കാണുന്നില്ലേ നിങ്ങളെല്ലാം? അല്ലെങ്കിൽ 20 കോടി, 18 കോടി, 12 കോടി. നിങ്ങൾ കാണേണ്ടത് ഈ റേഷൻ വ്യാപാരികളുടെ തന്നെ എടുത്തു നോക്കിയാൽ അവരുടെ കിറ്റിൻ്റെ കമ്മീഷൻ, കിറ്റിൻ്റെ കാര്യത്തിൽ ഗവൺമെൻറ് നിലപാടെന്താ? ഞാനും ലോറിയിൽ സാധനം ചുമന്ന് കയറ്റിയിട്ടുള്ള ആളാണെന്ന് പൊതുപ്രവർത്തനം നിലയിൽ. ആ കോവിഡിനെ അതിജീവിക്കാൻ വേണ്ടി കേരളത്തിലെ പൊതുസമൂഹം എല്ലാം മറന്ന് രംഗത്ത് വന്ന് സേവന പ്രവർത്തനങ്ങൾ നിന്നവരാണ് എന്ന് നമുക്കെല്ലാം അറിയാം. ആ നിലയിൽ ഈ വിഷയം കാണണം ഇന്നത്തെ സാമ്പത്തിക അവസ്ഥയിൽ എന്നല്ലേ ഗവൺമെൻറ് മുഖ്യമന്ത്രിയും പറഞ്ഞു, ഞങ്ങളെല്ലാം പറഞ്ഞത്. അപ്പോൾ എന്നാൽ അവർ അവസാനം ഒരു കോടതി പോയി. 40 കോടി രൂപ ഈ പ്രയാസങ്ങൾക്കിടയിലും ഗവൺമെൻറ് കൊടുത്തില്ലേ? 40 കോടി എങ്ങനെയാണ് കൊടുത്തത്? 13, 9 അങ്ങനെ കിട്ടിയ പൈസ കൃത്യമായി കൊടുക്കാമെന്ന് കോടതി പറഞ്ഞത്, കൊടുക്കുന്ന നിലപാടല്ലേ സ്വീകരിച്ചത്. അപ്പോൾ ധനവകുപ്പിൻ്റെ കയ്യിലേക്ക് വരുന്ന പണം ഓരോ മേഖലയ്ക്കും അതിനനുസരിച്ച് കൊടുത്ത് പരമാവധി പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഈ സാമ്പത്തിക അവസ്ഥയിലേക്ക് കേരളം ചെന്ന് നിൽക്കുന്ന അവസ്ഥയെക്കുറിച്ച് അവരാരും പറയാത്തത്? രാജ്യമൊട്ടാകെ ഉള്ള സ്ഥിതി നമ്മൾ കാണുന്നില്ലേ? കേരളത്തോടുള്ള കടുത്ത സാമ്പത്തിക അവഗണനയല്ലേ നമ്മൾ ഈ വയനാടിൻ്റെ വിഷയത്തിലടക്കം നമ്മൾ കണ്ടത്. അപ്പോൾ ഇതൊന്നും ഈ സാമൂഹിക അവസ്ഥയെക്കുറിച്ചൊന്നും അറിയാത്തവരാണോ റേഷൻ വ്യാപാരികൾ? അതുകൊണ്ട് ഇത്തരം സാമൂഹിക അന്തരീക്ഷം, സാമ്പത്തിക അവസ്ഥ അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് സഹകരിക്കുന്ന നിലപാടല്ലേ സ്വീകരിക്കേണ്ടത്. ഒന്ന്, ഈ ധനവകുപ്പിന് ഭക്ഷ്യവകുപ്പിനോട് ഒരു വിവേചനമില്ല എന്നാണ് മിനിസ്റ്റർ പറഞ്ഞത്. അതെ, അങ്ങനെയാണോ പറഞ്ഞത്? രണ്ടാമത്തെ കാര്യം ഈ ലൈസൻസുകളാണ്. ആ നിലയിൽ ഞാൻ പറഞ്ഞല്ലോ, മറ്റന്നാൾ കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ഞാനൊരു പ്രകോപനം ഉണ്ടാക്കുന്ന വാക്കുകളിലേക്ക് കൊണ്ടുപോകുന്നില്ല. അവർ സഹകരിക്കണം എന്നുള്ള അഭിപ്രായമേ നമുക്കുള്ളൂ. അവർ നമ്മുടെ സഹോദരങ്ങളാണ്, വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അതുകൊണ്ടാണ്